ഇവിടെ ഒരുത്തൻ മദ്യപിച്ച് കിടക്കണം. ഇവിടെ ഈ കൊച്ചിനെ കൊണ്ട് ഈ ചേച്ചി വന്നിരിക്കണം. ഇത്രയും കുഞ്ഞു മോളെയും കൊണ്ട് ഇവിടെ വന്നിരിക്കുമ്പോ ഇത്രയും മദ്യപാനികളുടെ അടുത്തിട്ട് ഈ ഒരു കൊച്ചു മോള് വന്നിരിക്കുന്നുണ്ടോ? ചേച്ചി ഇങ്ങോട്ട് നോക്കിയേ. ഹലോ, ഈ കൊച്ചിനെ കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ശരിയാണോ ചേച്ചി? അതല്ല, ഈ കൊച്ചു മോളെ കൊണ്ട് വന്നിരിക്കുമ്പോ ശരിയല്ല. കാരണം ഈ കൊച്ചുമോളെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഉദ്ധരിച്ചാലോ? തള്ളയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി, തള്ളയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയോ തള്ളമാരുടെ അടുത്ത് കൊച്ചുങ്ങളെ പിടിച്ചിട്ടാണ്. പബ്ലിക്കായിട്ട് നമ്മുടെ എത്ര ആളുകളോട് മദ്യപിക്കുന്നുണ്ട്. ഇവിടെ പെരുമ്പാവൂർ ടൗണില് നഗരം മധ്യേ പബ്ലിക്കായിട്ട് മദ്യപിക്കുന്ന ഒരുപാട് വടക്കേ ഇന്ത്യക്കാർ, ബംഗ്ലാദേശികളായിട്ടും ബംഗാളുകാരായിട്ടും. അപ്പൊ ഇതൊന്ന് കാണണം. ഈ ഒരു അവസ്ഥ തുടർന്നാല് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ പെരുമ്പാവൂരിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഇന്നിവര് ഇവിടെ അവര് ഇങ്ങനെ ആണെങ്കിൽ നാളെ ഇതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത അത്രയും വലിയ ആപത്തിലേക്ക്, ഒരു വിപത്ത് നമുക്കിവിടെ സംഭവിക്കും. പേടിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കാണിക്കാനാണ് ഞാനിങ്ങനെ പാത്തും പതുങ്ങിയും പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ പാത്തും പതുങ്ങിയും പോകേണ്ട ആവശ്യമില്ല. കാരണം അവിടെ നമ്മളെ കാണുന്ന ആളുകൾക്ക് നമ്മളെ കണ്ട അല്പം പോലും പേടിയില്ല. പക്ഷെ ഇവിടുത്തെ സാഹചര്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. എന്തു പറ്റി നമ്മുടെ ചുറ്റുപാടിന്? കണ്ടില്ലേ, ഒരുത്തൻ മദ്യക്കുപ്പിയായിട്ട് ഇരിക്കുന്നു, അപ്പുറം രണ്ടുപേരും മദ്യക്കുപ്പിയായിട്ടിരിക്കുന്നു. കഴിഞ്ഞില്ല, ഇനി അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ പള്ളിപ്പെരുന്നാളാണ്. പെരുമ്പാവൂര് നഗരമധ്യേ ഒരു വലിയ പറ്റം ഭായിമാരെന്ന് വിളിക്കുന്ന അതിഥി തൊഴിലാളികൾ, ബംഗ്ലാദേശുകാരും അതേപോലെ നോർത്ത് ഇന്ത്യക്കാരും കൽക്കട്ടക്കാരും എന്ന് വേണ്ട, അങ്ങനെ വൈവിധ്യമാർന്ന ഇതര ഭാഷ സംസ്ഥാന തൊഴിലാളികൾ അവർ നമ്മുടെ ഇടയിൽ വന്ന് നമ്മൾക്ക് എതിരെ ഭീഷണിയുള്ള ഒരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളത് പറഞ്ഞാൽ ഇവിടെ എങ്ങനെ മലയാളികൾ ഇല്ല കേട്ടോ. ഈ കാണുന്ന മുഴുവനും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. എല്ലാവരും നല്ലപോലെ മദ്യപിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ബീവറേജിന് തൊട്ട് ചേർന്നാണ്. പക്ഷെ ഈ നഗരപഥ്യത്തില് അല്പം പോലും ആരെയും കൂസലില്ലാതെ ഇവരിങ്ങനെ മദ്യക്കുപ്പിയും ഗ്ലാസും വെള്ളവും ഒക്കെ ആയിട്ട് അവരിയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നമുക്ക് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ വലിയ പ്രത്യാഘാതങ്ങൾ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ പ്രശ്നങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവ് തന്നെയാണത്. ഇതിന് ഇങ്ങനെ പ്രോത്സാഹനം നമ്മൾ കൊടുത്തു വിട്ടാൽ ഒരു പക്ഷേ നാളെ മലയാളികൾ ഇവരെ പേടിച്ച് വേണം ഇവിടെ ജീവിക്കാൻ. അല്ലെങ്കിൽ തന്നെ ഇവർക്കൊക്കെ വലിയ ഗ്യാങ് സെറ്റപ്പ് ഉണ്ട്. പക്ഷെ എങ്കിലും ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കേണ്ടുന്ന ഒരു പ്രധാന വസ്തുത തന്നെയാണ്. മനസ്സിലാക്കാൻ പറ്റും. എല്ലായിടത്തും ഉണ്ട് ഓരോരോ ആളുകൾ. കണ്ടോ, പബ്ലിക്കായിട്ട് മദ്യപിക്കണം.